പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നലെ ഈസ്റ്ററായിട്ട് നമ്മളെല്ലാവരും ഈസ്റ്റർ എഗ്ഗ് കഴിച്ചു. അതിനൊരു പാരമ്പര്യമുണ്ട്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മഗ്ദല മറിയം യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം പ്രഖ്യാപിക്കുവാൻ റോമിലെ ചക്രവർത്തിയായ ടിബേരിയസിൻ്റെ മുമ്പാകെ കയ്യിലൊരു മുട്ടയുമായി ധൈര്യത്തോടെ ചെന്നു. കയ്യിലുള്ള മുട്ട അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ചക്രവർത്തി അവളെ പരിഹസിച്ചുകൊണ്ട് അവളുടെ കയ്യിലുള്ള മുട്ട ചുവന്നതാണെങ്കിൽ മാത്രമേ യേശു ഉയർത്തെഴുന്നേറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ മുട്ട ചുവപ്പായി മാറി. അവളുടെ സന്ദേശത്തിൻ്റെ സത്യസന്ധത വ്യക്തമാക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു അടയാളമായി ചക്രവർത്തി കണ്ടു. പീലാത്തോസ് നിരപരാധിയായ ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവളുടെ പരാതി ചക്രവർത്തി ശ്രവിക്കുകയും പീലാത്തോസിനെ ജെറൂസലേമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മറ്റൊരു പാരമ്പര്യത്തിൽ ഈസ്റ്റർ രാവിലെ മഗ്ദല മറിയം യേശുവിൻ്റെ ശവകുടീരത്തിലേക്ക് ഒരു കൊട്ടയുമായി വെളുത്ത് വേവിച്ച മുട്ടകൾ കൊണ്ടുവന്നു. ആരെങ്കിലും കല്ല് ഉരുട്ടുന്നവരെ കാത്തിരിക്കുമ്പോൾ തനിക്കും മറ്റുള്ളവർക്കും ഒരു ഭക്ഷണമായിരിക്കാം ഇതെന്ന് അവൾ കരുതി. പുനരുദ്ധാന സ്ഥലത്തെത്തിയപ്പോൾ കല്ല് ഇതിനകം ഉരുട്ടി മാറ്റിയതായി അവൾ കണ്ടെത്തി. ഒപ്പം തൻ്റെ കൊട്ടയിലെ മുട്ടകൾ വ്യത്യസ്ത നിറങ്ങളായി മാറിയിരിക്കുന്നു അവൾ കണ്ടെത്തി. പ്രിയമുള്ളവരെ, ഈസ്റ്റർ മുട്ടയുടെ പാരമ്പര്യം പഴയകാലത്ത് സൃഷ്ടിയുടെയും പുനർജന്മത്തിൻ്റെയും വസന്തത്തിൻ്റെയും പ്രതീകമായിരുന്ന മുട്ട ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം മുട്ട ക്രിസ്ത്യാനികൾക്ക് ഒരു പുതിയ അർത്ഥം കൈക്കൊള്ളുകയും പുതിയ ജീവിതം ആരംഭിക്കുന്നതിൻ്റെയും പ്രതീകമായി മാറുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രതീകമായി യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകൾ നിമിത്തം അവസാന ദിവസം പുനരുദ്ധാനത്തിൽ എല്ലാ മനുഷ്യരാശിയുടെയും പുനർജന്മത്തിൻ്റെ പ്രതീകമായി ഈസ്റ്റർ മുട്ട മാറി. പ്രിയമുള്ളവരെ, മുട്ട ക്രിസ്തുവിൻ്റെ മുദ്രയുടെ ശവകുടീരത്തിൻ്റെയും തോട് പൊട്ടുന്നത് യേശുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പ്രതിനിധീകരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശ്രമം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ശമിശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.